നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ FC പോർട്ടോക്കെതിരെ കിടിലൻ ഫ്രീക്ക് ഗോൾ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ലിയോ മെസ്സി ഇന്റർ മയാമിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു യൂറോപ്യൻ ടീമിനെ MLS ടീം പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ. മെസ്സിയുടെ ആ ഗോൾ 25ാമത്തെ ഗോളാണ് ഫിഫ മത്സരങ്ങളിൽ. ഫിഫ തന്നെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ കണക്ക് പുറത്തുവിട്ടു. ലയണൽ മെസ്സി ദി ടോപ്പ് ഗോൾ സ്കോറർ ഇൻ ഫിഫ കോമ്പറ്റീഷൻ ഹിസ്റ്ററി. ഫിഫ കോമ്പറ്റീഷനുകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം ലിയോ മെസ്സിയാണ്. 20 വർഷങ്ങൾ കളിച്ചു, 10 ടൂർണമെന്റുകളിൽ നിന്നായിട്ട് 25 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ അത് ക്ലബിനായിട്ടും രാജ്യത്തിനായിട്ടും ഒക്കെയുള്ള കണക്കാണ്. ക്രിസ്ത്യാനോ അദ്ദേഹത്തെക്കാൾ ഏറെ പുറകിലാണ്. നമ്മൾ ആ കണക്കുകളിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണ്. FC പോർട്ടോക്ക് മേൽ അദ്ദേഹം ഈ നേടിയ ഗോൾ ഇത് 25ാമത്തെ ഗോളാണ് എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ അദ്ദേഹം പിന്തള്ളിയിരിക്കുന്നത് ബ്രസീലിയൻ വുമൺ സോക്കർ ലെജൻഡ് മാർത്തയാണ്. 24 ഗോളുകളുമായിട്ട് അവരായിട്ട് ഇതുവരെ ഫിഫ കോമ്പറ്റീഷനിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിരുന്നത്. അതാണ് ഇപ്പോൾ മെസ്സി മറികടന്നിരിക്കുന്നത്. 25 ഗോളുകളാണ്. 3 വ്യത്യസ്ത തരത്തിലുള്ള ടൂർണമെന്റുകളിലൂടെയാണ് അദ്ദേഹം ഈ 25 ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നത്. യൂത്ത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ അതിൽ അദ്ദേഹം 6 ഗോളുകളാണ് അണ്ടർ 20 വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിൽ 2005 അദ്ദേഹം കളിച്ചു. അതിൽ അദ്ദേഹം 6 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സീനിയർ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഫിഫ വേൾഡ് കപ്പ് അതിൽ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം 2006 1 ഗോളാണ് ജർമ്മനിയിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ നേടിയത്. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന 2010 വേൾഡ് കപ്പിൽ അദ്ദേഹം 1 ഗോളും നേടിയിട്ടുണ്ടായിരുന്നില്ല. 2014 ബ്രസീലിൽ വെച്ച് നടന്നിട്ടുള്ള ആ വേൾഡ് കപ്പിൽ അദ്ദേഹം 4 ഗോളുകൾ നേടി. 2018 റഷ്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം ഒരേ 1 ഗോളാണ് നേടിയിരുന്നത്. ഖത്തറിൽ 2022 കിരീടം ചൂടിയ വേൾഡ് കപ്പിൽ അദ്ദേഹം 7 ഗോളുകൾ നേടുകയുണ്ടായി. സോ അത് അദ്ദേഹത്തെ കിരീടത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം കോൺഫെഡറേഷൻ കപ്പിൽ കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ക്ലബ് ലെവലിലേക്ക് വരുമ്പോൾ മെസ്സി ഇതിനു മുമ്പ് ഉള്ള ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഇന്നത്തെ പോലെ 32 ടീമുകളുള്ളതല്ല എങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന പേരിൽ ഫിഫ നടത്തിയിരുന്ന ആ ടൂർണമെൻറ്റ് അതിൽ 3 പ്രീവിയസ് എഡിഷനുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, 2 ഗോളുകൾ 2009 അദ്ദേഹം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേടിയിട്ടുണ്ട്. 2 ഗോളുകൾ 2011 നേടിയിട്ടുണ്ട്. 2015 1 ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ പോർട്ടോക്കെതിരെ ഇന്നലെ നേടിയിട്ടുള്ള ഗോൾ കൂടി ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗോളുകളുടെ എണ്ണവും കംപ്ലീറ്റ് ആകും. സോ അങ്ങനെ അദ്ദേഹം 25 ഗോളുകളാണ് ഫിഫ ടൂർണമെൻറ്റുകളിൽ നേടിയിട്ടുള്ളത്. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൽ 4 എഡിഷനുകളിൽ കളിച്ചിട്ടുണ്ട്. 7 ഗോളുകളാണ് ഇൻ ടോട്ടൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. യുണൈറ്റഡിനായിട്ട് 2008 1 ഗോള്, റയൽ മാഡ്രിഡിനായിട്ട് 2016 അദ്ദേഹം 4 ഗോൾ നേടി. 2017 അദ്ദേഹം 2 ഗോളുകൾ നേടുകയുണ്ടായി. സോ അതോടൊപ്പം തന്നെ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി നേടിയിട്ടുള്ള ഗോളുകളുടെ കണക്ക് കൂടി നോക്കുക. CR7 ഫിഫ വേൾഡ് കപ്പിൽ 5 ഫിഫ വേൾഡ് കപ്പുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 8 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ജർമ്മനിയിൽ നടന്ന 2006 വേൾഡ് കപ്പിൽ 1 ഗോൾ നേടി. 2010 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പിൽ 1 ഗോൾ നേടി. 2014 ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പിൽ 1 ഗോൾ നേടി. 2018 റഷ്യയിൽ നടന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം ഹാട്രിക് അടക്കം 4 ഗോളുകൾ നേടുകയുണ്ടായി. 2022 ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം 1 ഗോൾ നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2017 കോൺഫെഡറേഷൻ കപ്പ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ ഓൾ ടുഗെദർ ക്രിസ്ത്യാനോ റൊണാൾഡോ 17 ഗോളുകളാണ് ഫിഫ ഓർഗനൈസ്ഡ് കോമ്പറ്റീഷനുകളിൽ നേടിയിട്ടുള്ളത്. അത് 2006 മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിലാണ്. എന്ന് പറയുമ്പോൾ മെസ്സി 25 ഗോളുകളും ക്രിസ്ത്യാനോ 17 ഗോളുകളും എന്ന് പറഞ്ഞാൽ 8 ഗോളുകൾക്ക് മെസ്സിയേക്കാൾ പുറകിലാണ് ഇപ്പോൾ ഫിഫ ടൂർണമെന്റുകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.